ഹലോ ഫ്രണ്ട്സ്, ക്രാഫ്റ്റ് കമ്പനി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കളയാനായി വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളിൽ നിന്നും ഒരു സ്നോമാനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള, അതായത് ഒരു മഞ്ഞു മനുഷ്യനെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പരമാവധി വേസ്റ്റായിട്ട് കളയാനായി വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നുള്ളത്. ഇപ്പോൾ ക്രിസ്മസിനും അതേപോലെ ഡെക്കറേഷനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്നോമാനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ഹരിതകർമ്മസേനക്ക് കൊടുക്കാനായി എടുത്തു വെച്ച പ്ലാസ്റ്റിക് കവറുകൾ കണ്ടപ്പോഴാണ് ഈ ഒരു ഐഡിയ മനസ്സിലേക്ക് വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു സംഭവത്തിന് വേണ്ടി എടുക്കുന്നുള്ളത് ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലാസ്റ്റിക് കവറുകളാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു പഴയൊരു തലയാണയുടെ അകത്തുള്ള ആ ഒരു സ്പോഞ്ച് ഉണ്ടാവുമല്ലോ, സ്പോഞ്ച് അല്ല, ഒരു പഞ്ഞി പോലുള്ളൊരു സംഭവം, അതിനെ പുറത്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഈ ഒരു തലയാണയുടെ കവറിന് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു സാധനത്തെ പുറത്തെടുത്ത് നോക്കാം. ഈ ഒരു സംഭവം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മുടെ പഞ്ഞിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പഞ്ഞി ആയാലും പ്രശ്നമൊന്നുമില്ല. അല്ല, ഈ ഒരു സംഭവം തന്നെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഒരു പഴയ തലയാണ് ഉണ്ടായതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് എടുത്തുന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് അത് എടുത്തുന്നേ ഉള്ളൂ. ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ തലയാണയെ മുറിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ഒരു മഞ്ഞു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു തലയാണയുടെ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ കുറച്ച് മഞ്ഞ കളറാണെങ്കിലും അതിൻ്റെ അകത്തൊക്കെ നല്ല വൈറ്റ് ആയിട്ടുള്ള പഞ്ഞി തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇതുപോലെ നമുക്ക് അടർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അത് ഒരു വലിയ പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. അതായത് നമ്മുടെ ആ ഒരു മഞ്ഞു മനുഷ്യൻ്റെ ശരീരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വലിയ ബോളും ഒരു ചെറിയ ബോളും അങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു മറ്റേ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഈ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു താഴെ ഭാഗത്ത് വരുന്ന ആ മഞ്ഞു മനുഷ്യൻ്റെ താഴെ ഭാഗത്ത് വരുന്ന സംഭവം ഈ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ തലഭാഗം കൂടി ചെയ്യണം. ഇതിനായിട്ട് കുറച്ച് പ്ലാസ്റ്റിക് കൂടി ബാക്കിയുണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് ബാക്കി കൂടി ചെയ്തെടുക്കാം. മഞ്ഞു മനുഷ്യൻ്റെ ആ ഒരു തലഭാഗം ചെയ്യാനായിട്ട് ബാക്കിയുള്ള പ്ലാസ്റ്റിക്കുകളെ ഞാനൊരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നു. അതായത് കറക്റ്റായിട്ടുള്ള ഒരു റൗണ്ട് ആവണമെന്നൊന്നുമില്ല, എന്നാലും ഇപ്പോൾ ഈ കാണുന്നത് കുറച്ച് ഒരു റൗണ്ട് ഷേപ്പല്ല. അപ്പോൾ നമുക്കതിനെ ഒരു ബോളിൻ്റെ രൂപത്തിലാക്കി എടുക്കണം. ഇതിനായിട്ട് ഇതുപോലെ ബാക്കിയുള്ള ആ സൈഡൊക്കെ മടക്കിയതിന് ശേഷം കയറ് കൊണ്ടോ ഇൻസുലേഷൻ ടാപ്പ് കൊണ്ടൊക്കെ ഒന്ന് ചുറ്റി ഒരു ബോളിൻ്റെ രൂപത്തിലാക്കിയിട്ട് മാറ്റി കൊടുക്കാം. കൃത്യമായിട്ടൊരു റൗണ്ട് ആവണമെന്നൊന്നുമില്ല, എങ്കിലും ഏകദേശം ഇങ്ങനെ ഒരു തലയുടെ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു സാധനം എടുത്ത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചതിൻ്റെ മുകളിലായി വെക്കുന്നു. ഇനി അത് തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ സൂചിയും നൂലുമാണ് ഉപയോഗിക്കുന്നുള്ളത്. നമ്മളിപ്പോൾ വേറെ ബോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളാണ് ഇതിന് പകരമായിട്ട് എടുക്കുന്നുള്ളത് എങ്കിൽ അത് തമ്മിൽ നമുക്കൊന്ന് പശ ഇട്ട് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നു. അതിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചതാ ഏകദേശം ഈ ഒരു പരുവത്തിലാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഒരു പഞ്ഞിയൊക്കെ ഒന്ന് അടർത്തിയെടുത്തതാ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അടുത്തതായിട്ട് ആ ഒരു മൈദ എടുത്ത് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലായതാ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നു. ഇനി ഈ ഒരു പഞ്ഞി എടുത്ത് അതിൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കൈകൊണ്ട് തേക്കുന്നതിന് പകരം ചെറിയ എന്തെങ്കിലും ബ്രഷോ മറ്റോ ഉപയോഗിച്ച് ഇതുപോലെ മൈദ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പണി കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതേപോലെ ആ ഒരു പഞ്ഞിയുടെ മുകളിലൊക്കെ മൈദ പറ്റിപ്പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ ഏതെങ്കിലും ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ചെയ്യുമ്പോൾ മുഴുവനായിട്ടും ഒട്ടിക്കാൻ വേണ്ടി നോക്കാം. താഴെ ഭാഗത്തും അടിയിലും മുകളിലും ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ ആ ഒരു തലയുടെ ആ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു പഞ്ഞി വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മഞ്ഞു മനുഷ്യൻ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ബോഡിയൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു കട്ടി കാർഡ്ബോർഡ് എടുക്കുന്നു. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഫോം ഷീറ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കട്ടിയായിട്ടുള്ള കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും എടുത്തതിന് ശേഷം നമ്മുടെ മഞ്ഞു മനുഷ്യൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള വട്ടങ്ങൾ വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ടോട്ടൽ 5 വട്ടങ്ങളാണ് ഇതുപോലെ വരച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിന് കറുത്ത കളർ കൊടുക്കണം. ഞാൻ കറുത്ത കളറാണ് കൊടുക്കുന്നുള്ളത്. അതായത് 3 എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ ബട്ടൺസ് ആയിട്ടും അതേപോലെ 2 എണ്ണം അതിൻ്റെ കണ്ണുകളായിട്ടാണ് നമ്മൾ എടുക്കുന്നുള്ളത്.
അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു വട്ടത്തിലുള്ള സംഭവം അതിൻ്റെ ശരീരത്തിലേക്ക്, അതായത് അതിൻ്റെ ആ ഒരു നെഞ്ചിലേക്കും മുഖത്തേക്കൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒരു 3 എടുത്ത് അതിൻ്റെ ആ വയറിൻ്റെ ആ ഒരു ഭാഗത്തും, അതേപോലെ ഒരു 2 ഞാൻ അതിൻ്റെ ആ ഒരു മുഖത്തേക്കുമാണ് ഇത് ഇങ്ങനെ കണ്ണായിട്ടും ഒട്ടിച്ചു കൊടുക്കുന്നു. ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ മഞ്ഞ് മനുഷ്യൻ്റെ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നുള്ളത്. അടുത്തതായിട്ട് അതിന് നമുക്കൊരു കൊക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇതിനായിട്ടൊരു A4 ഷീറ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ കോണായിട്ട് മടക്കിയെടുക്കുന്നു. അടുത്തതായിട്ട് അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ മഞ്ഞ് മനുഷ്യൻ്റെ സൈസിനനുസരിച്ചിട്ട് ഈ ഒരു സംഭവത്തെ മുറിച്ചെടുക്കാം. അപ്പോൾ വലിയതാണെങ്കിൽ കുറച്ച് വലിയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം, ചെറുതാണെങ്കിൽ കുറച്ച് ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അത് കഴിഞ്ഞ് അതിന് കളർ കൊടുക്കണം. ചുവപ്പോ അല്ലെങ്കിൽ ഓറഞ്ചോ കളറായിരിക്കും കുറച്ചുകൂടി ഭംഗിയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു മൂക്കിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിനൊരു തൊപ്പി വെച്ച് കൊടുക്കണം. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഞാനൊരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പി എടുത്ത് അതിന് വെച്ച് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ മെജീഷ്യൻസ് ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള തൊപ്പി ആയാലും പ്രശ്നമൊന്നുമില്ല. അടുത്തതായിട്ട് നമുക്കതിനൊരു കഴുത്തിലൊരു ഷാൾ ഇട്ട് കൊടുക്കണം. നല്ല കട്ടിയുള്ള ചുവപ്പ് നല്ല ഷാളൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു സംഭവം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മഞ്ഞ് മനുഷ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു നോക്കാം. പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇത് ഉണ്ടാക്കണമെങ്കിൽ പ്ലാസ്റ്റിക് കവർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ പഴയ ന്യൂസ് പേപ്പേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ബോളുകളാക്കിയിട്ട് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം നമുക്കിത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഊതി വീർപ്പിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബലൂൺ പോലുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടും ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.